തമിഴ്നാട്ടിലെ എല്ലാ സർക്കാർ പരിപാടികളുടെയും ഔദ്യോഗിക ചടങ്ങുകളുടെയും തുടക്കത്തിൽ തമിഴ്നാടിന്റെ സംസ്ഥാന ഗാനം നിർബന്ധമായും ആദ്യം ആലപിക്കണമെന്ന പ്രമേയം തമിഴ്നാട് നിയമസഭ ഐകകണ്ഠേന പാസാക്കി. മുഖ്യമന്ത്രി ശ്രീ ജോസഫ് വിജയ് അവതരിപ്പിച്ച പ്രമേയത്തിന് പ്രതിപക്ഷമായ DMKയും AIADMKയും പൂർണ്ണ പിന്തുണ നൽകി. തമിഴ്നാട്ടിലെ സർക്കാർ ഓഫീസുകൾ, സർവകലാശാലകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയുടെ ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിക്കുമ്പോൾ തമിഴ് തായ് വാഴ്ത്ത് തന്നെ ആദ്യം ആലപിക്കണമെന്നാണ് നിയമസഭ പാസാക്കിയ പ്രമേയത്തിൽ വ്യക്തമാക്കുന്നത്. നമ്മുടെ മാതൃഭാഷ നമ്മുടെ അമ്മയെപ്പോലെ പരിശുദ്ധമാണ്. തമിഴ് എന്നാൽ ഗത്താണ്, അധികാരമാണ്. തമിഴ്നാടിന്റെ സാംസ്കാരിക അഭിമാനത്തിൽ TVK സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് മുഖ്യമന്ത്രി വിജയ് സഭയിൽ ശക്തമായി വാദിച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഔദ്യോഗികമായ ചടങ്ങുകളിൽ വന്ദേമാതരം ദേശീയ ഗാനത്തിന് മുൻപായി നിർബന്ധമാക്കാൻ നിർദ്ദേശം നൽകിയ പശ്ചാത്തലത്തിലാണ് വിജയ് സർക്കാരിന്റെ ഈ നീക്കം. അടുത്തിടെ മനോന്മണീയം സുന്ദർനാർ സർവകലാശാലയിലെ ബിരുദദാന ചടങ്ങിൽ തമിഴ് തായ് വാഴ്ത്ത് മൂന്നാമതായി ആലപിച്ചത് വലിയ വിവാദമായിരുന്നു. ഇതേ തുടർന്നാണ് തമിഴ് ഗാനത്തിന്റെ പ്രഥമ സ്ഥാനം വീണ്ടെടുക്കാൻ സഭയിൽ പ്രമേയം കൊണ്ടുവന്നത്. 1970 മുതൽ പിന്തുടർന്നു പോരുന്ന ഈ കീഴ്വഴക്കം മാറ്റാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി ഭാരതത്തിന്റെ വൈവിധ്യത്തിൽ ഏകത്വം എന്ന തത്വത്തിന് എതിരല്ല ഈ തീരുമാനമെന്നും കൂട്ടിച്ചേർത്തു. പാർട്ടി രാഷ്ട്രീയത്തിന് അതീതമായി സഭ ഒന്നടങ്കം പ്രമേയത്തെ പിന്തുണച്ചതോടെ തമിഴ്നാടിന്റെ സാംസ്കാരിക തനിമ സംരക്ഷിക്കുവാനുള്ള നീക്കത്തിന് വൻ ജനപിന്തുണയാണ് ലഭിക്കുന്നത്. ജനം, ഡൽഹി.